السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഫത്ഹു മക്ക, അതായത് മക്ക വിജയം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുടെ ആമുഖമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടി മക്ക ജയിച്ചടക്കുവാൻ വേണ്ടിയുള്ള ധാരാളക്കണക്കിന് സഹാബിമാരെയും കൂട്ടിക്കൊണ്ടുള്ള ആ യാത്ര മക്കയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചു വെച്ച ഒരു കാര്യം, അൻസാറുകളുടെ പതാക വഹിച്ചുകൊണ്ട് നീങ്ങിയിരുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു, അബൂ സുഫിയാൻ കേൾക്കെ അദ്ദേഹം അല്പം വിജയ ഭാവം മുഴക്കുന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, സംഘട്ടനത്തിന്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്മതമില്ലാതെ ചില കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭമാണത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞു, ഇതാ സഅദ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് സംഘട്ടനം നടക്കും, മക്ക പിടിച്ചടക്കും, ചോരച്ചാലുകൾ ഒഴുകും എന്ന രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സഅദിന് തെറ്റിപ്പോയതാണ്. ഇന്ന് സംഘട്ടനത്തിന്റെ ദിവസമല്ല, രക്തച്ചൊരിച്ചിലിന്റെയും പോരാട്ടത്തിന്റെയും ദിനമായിരിക്കില്ല. വലാകിൻ ഹാദാ യൗമുൻ യുഅല്ലമു അല്ലാഹു ഫീഹി അൽ കഅബ. അല്ലാഹു തആല ഇന്നത്തെ ദിവസം, ഈ ദിവസം യുഅല്ലിമു അല്ലാഹു ഫീഹി അൽ കഅബ, അല്ലാഹു കഅബയെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിനമായിരിക്കും. വയൗമൻ തുക്സാ ഫീഹി അൽ കഅബ, കഅബക്ക് പ്രത്യേകമായ വസ്ത്രമണിയിക്കപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെടുന്ന ദിവസമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഈ ഒരു മുന്നേറ്റം മക്കയിലേക്ക് കടക്കുന്ന വേളയിൽ അദ്ദേഹം സന്തോഷം കൊണ്ട്, അതല്ലെങ്കിൽ ആഹ്ലാദം കൊണ്ട് ഒരൽപ്പം കടന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടപ്പെട്ടില്ല. അതുണ്ടാകാൻ പാടില്ല. വിജയഭേരി മുഴക്കുമ്പോഴും അനർഹമായത് പറയാൻ പാടില്ല, പാടില്ലാത്തത് വിളിച്ചു പറയാൻ പാടില്ല.
എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അത് പറഞ്ഞതിന്റെ ഒരു പ്രതികരണമെന്നോണം സഅദ് റളിയല്ലാഹു തആല അൻഹു വഹിച്ചിരുന്ന അൻസാറുകളുടെ പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വാങ്ങി. അൻസാറുകളുടെ പതാക വഹിച്ചിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്പം പക്വതയില്ലാത്ത ഈ പ്രതികരണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന അൻസാറുകളുടെ പതാക അദ്ദേഹത്തിൽ നിന്ന് തിരികെ വാങ്ങി മകനായ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. മകനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രതിബന്ധം ബോധിപ്പിച്ചു. മകനെ ഏൽപ്പിച്ച് മകൻ ഒരു പക്ഷേ അത് ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിലോ എന്ന് എന്റെ മകന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിച്ചതിന്റെ ശേഷം വീണ്ടും പതാക അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതൊരു സൈന്യവും ഒരു സംഘവും എത്ര വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലാത്ത പദപ്രയോഗങ്ങളോ വാക്കുകളോ സന്തോഷം കൊണ്ടോ മറ്റോ വിളിച്ചു പറയരുത് എന്ന് അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനൊരു പാഠം പഠിപ്പിക്കുകയാണ്. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ഏന്തിയിരുന്ന പതാക തിരികെ വാങ്ങിക്കൊണ്ട് ഒരു പ്രതികരണം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് ആ ചെയ്തത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം അദ്ദേഹം അത് അംഗീകരിച്ചപ്പോൾ പതാക തിരികെ കൊടുക്കുകയും ചെയ്ത ഗുണപാഠം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സൈന്യവും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. സംഘമായി കൊണ്ടാണ് പ്രവാചകരും സഹാബത്തും മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. കൊടിയും പതാകയും ഒക്കെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും 10,000-ഓളം വരുന്ന സഹാബിമാരും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരെയും കാണത്തക്ക വിധത്തിൽ അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ മലയിടുക്കിൽ നിർത്തി. എന്തിനാത്? അബൂ സുഫിയാൻ ഇപ്പൊ മുസ്ലിമായിട്ടേ ഉള്ളൂ. ഇപ്പൊ മക്കം ഫത്ഹിന്റെ ഈ മുന്നോടിയായിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ അബൂ സുഫിയാൻ കാണട്ടെ, മുസ്ലിമീങ്ങളുടെ സംഘശക്തി അദ്ദേഹം മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിം ടീമുകളുടെ ഓരോ സംഘത്തെയും ഉയർന്ന പ്രദേശത്ത് മലയിടുക്കിൽ നിന്നുകൊണ്ട് അബൂ സുഫിയാൻ കാണുമാറാകണം എന്ന നിലക്ക് ഓരോ സംഘവും കടന്നു പോകുന്ന വഴിയിലുള്ള മലയിടുക്കിൽ അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. എന്തിനു വേണ്ടി? എത്ര സംഘം എത്ര ശക്തമായ നിലക്കാണ് മക്കയിലേക്ക് കടക്കുന്നത് എന്ന് അബൂ സുഫിയാൻ കാണട്ടെ. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനൊരു ശക്തി കിട്ടട്ടെ. ഇപ്പൊ കടന്നു വന്നതല്ലേയുള്ളൂ, അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് ഒരു ശക്തി കൂടട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഈ കാഴ്ചകളൊക്കെ കാണുന്ന നിലക്ക് ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. അവസാന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്, അവസാന സംഘത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പട്ടണമത മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങാൻ പോവുകയാണ്. തടയാൻ അധികം ആളുകളൊന്നും മുന്നോട്ട് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഹങ്കാരിയുടെ രൂപത്തിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്നുമല്ല മക്കയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് പല നാടുകളെയും അതിജയിക്കുന്ന നേതാക്കന്മാര്, ജേതാക്കൾ, സാമ്രാജ്യത്വത്തിന്റെ ആളുകൾ പല നാടുകളും വെട്ടിപ്പിടിക്കുമ്പോൾ, ജയിച്ചടക്കുമ്പോൾ ആ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വിക്രിയകളും തോന്നിവാസങ്ങളും അബദ്ധങ്ങളും അതിക്രമങ്ങളും കൊള്ളകളും കൊലകളുമൊക്കെയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിദാ തന്റെ കാൽ കീഴിൽ ആകാൻ പോകുന്നു എന്ന് തോന്നിയ ആ സന്ദർഭത്തിലും അവിടുന്ന് അവിടുത്തെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് തലയിങ്ങനെ കുനിക്കുകയാണ്. അവിടുത്തെ ശിരസ്, അവിടുത്തെ താടി ഇങ്ങനെ വാഹനത്തിന്റെ മേൽ ടച്ച് ചെയ്യാനാകുന്നു എന്ന് തോന്നി ഞങ്ങൾക്കെന്ന് സഹാബത്ത് പറയുന്നുണ്ട്. വിനയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുഖം കുനിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന സൂറത്തുൽ ഫത്ഹിലെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ട് അതീവ വിനീതനായി, അഹങ്കാരം തൊട്ടു തീണ്ടാതെ, ഒരു ജേതാവിന്റെ തലയുയർത്തി പിടിക്കലും അഹങ്കാരമൊന്നും തൊട്ടു തീണ്ടാതെ
അള്ളാഹു നൽകി അനുഗ്രഹിച്ച മഹത്തായ ഈ അനുഗ്രഹത്തിന് ശുക്ർ രേഖപ്പെടുത്തി അതേ നല്ല ഖുശൂഉള്ള ഭയഭക്തിയുള്ള ഹൃദയത്തോടെ കുനിഞ്ഞ ശിരസ്സോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപാരമായ റബ്ബിന്റെ അനുഗ്രഹത്തിന് അപാരമായ നിലക്ക് നന്ദി കാണിച്ച് താഴ്മയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മക്കയുടെ കീഴടങ്ങൽ ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലുകളൊന്നും ഉണ്ടാകാതെ സമാധാനപരമായി മക്ക ജയിച്ചടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിച്ചു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ അൽഖസ്സിലാഹ ഫഹുവ ആമിനുൻ വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിനുൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, മൻ ദഖല ദാറ അബീ സുഫിയാൻ, എല്ലാവർക്കും അവിടുന്ന് മക്കക്കാരെ, ഞങ്ങൾ മക്കയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ കൊല്ലാനോ കൊള്ള നടത്താനോ നിങ്ങളോട് പ്രതികാരം ചോദിക്കാനോ നിങ്ങളെ വധിച്ച് നശിപ്പിച്ചുകൊണ്ട് നാടാകെ കുട്ടിച്ചോറാക്കാനോ അല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാവർക്കും അംന് ഓഫർ ചെയ്യുകയാണ്, നിർഭയത്വം ഓഫർ ചെയ്യുകയാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നു മൻ ദഖല, അവിടുന്ന് പ്രഖ്യാപിക്കുന്നു മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായിരിക്കും. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചത് അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ ഇസ്ലാം സ്വീകരണം മക്കയിലെ അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. നബി ആ പ്രഖ്യാപനത്തിലൂടെ അവരെ പഠിപ്പിക്കുകയാണ്, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതാളുകളെ അറിയിക്കൽ ഒരു ഉദ്ദേശമുണ്ട്. കൂട്ടത്തിൽ അബൂ സുഫിയാന്റെ മനസ്സും തണുക്കണം, അബൂ സുഫിയാന്റെ ഇസ്ലാമും ഒന്ന് ഉറക്കണം. കണ്ടില്ലേ, ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്, ഗോത്രനായകന്മാരുണ്ട്, അതുപോലെ തന്നെ വംശമാഹാത്മ്യമുള്ള ധാരാളം ആളുകൾ ഈ മക്കയിൽ ഉണ്ടായിട്ടും എന്റെ വീട്ടിൽ പ്രവേശിച്ചവന് നിർഭയമുണ്ടെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നത്. അവിടുത്തോടുള്ള മഹബത്ത് കൂടണം, ഇസ്ലാമിനോടുള്ള സ്നേഹം കൂടണം. ആ നിലക്ക് വിളിച്ചു പറയുന്നു, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് നിർഭയത്വമുണ്ട്. ആയുധം താഴെ വെച്ചവരാരൊക്കെയുണ്ടോ അവരെ ഞാനൊന്നും ചെയ്യുന്നതല്ല. ആയുധം താഴെയിട്ടവർക്കും അവരും നിർഭയരാണ്. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കതകടച്ചിരിക്കുന്നവരുണ്ടോ അവരും നിർഭയരാണ്. വീടിന്റെ അകത്ത് കയറി ഞാൻ ആക്രമിക്കൂല. അഥവാ ഈ പ്രഖ്യാപനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ, ഞങ്ങളോട് ഇങ്ങോട്ട് പോരാടാൻ, ഞങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ആയുധമെടുക്കുന്നവനോടല്ലാതെ ഞങ്ങൾ യുദ്ധം ചെയ്യൂല, ആയുധമെടുക്കൂല എന്ന സമാധാനത്തിന്റെ പ്രഖ്യാപനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് നിർഭയത്വണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംന് പറയാണ്, നിർഭയരാണ്, എല്ലാവരും നിർഭയരാണ് എന്നിങ്ങനെ പറയുമ്പോ ഫഖാലത്തിൽ അൻസാറു ബഅദുഹും ലിബഅദിൻ, അൻസാരികളുടെ സ്നേഹം നോക്കണം. അൻസാരികളായ ആളുകൾ അതാരാണ്? മുഹാജിറായിക്കൊണ്ട് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും സഹായിച്ച അൻസാറുകൾ, അവർക്ക് നബി തങ്ങളോടുള്ള മഹബത്ത്, അള്ളാന്റെ റസൂലിനെ വിട്ടുപിരിയാൻ അവർക്കാവില്ല. ആ അൻസാരികൾ ഈ വാക്ക് കേൾക്കുന്നു. ഇത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെത്തിയപ്പോ എല്ലാവരും നിർഭയരാണ്, എല്ലാവർക്കും നിർഭയത്വണ്ട്, ആരെയും ഒന്നും ചെയ്യൂല എന്നൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോ അൻസാരികൾ പരസ്പരം ഇങ്ങനെ അടക്കം പറഞ്ഞു. അൻസാരികൾ ചിലരോട് പറയാൻ തുടങ്ങി, കണ്ടോ അള്ളാന്റെ റസൂലിന് തന്റെ നാട്ടിലെത്തിയപ്പോൾ നാടിനോടൊരു പിരിശം വന്നിരിക്കുന്നു. അവിടെയുള്ള കുടുംബ ബന്ധുക്കളോടും ഒരു വാത്സല്യം വന്നിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ അവരത് പറഞ്ഞത്? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതല്ല, അവരുടെ മനസ്സിന്റെ ആ ഒരു സങ്കടം അവര് പറയുകയാണ്. എന്താ സങ്കടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഇവിടെ തന്നെ കൂടിയേക്കുമോ, ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞേക്കുമോ? ഇവിടം വിട്ട് പോയത് സ്വദേശം വിട്ട് പോയിട്ട് സ്വദേശത്തേക്ക് വന്നിരിക്കുകയല്ലേ? ഇനി നമ്മളെയൊന്നും റസൂലുള്ളാഹിക്ക് വേണ്ടാതാകുമോ? മദീനയിലേക്ക് മടങ്ങാതെ ഇവിടെ തന്നെ നബിതങ്ങൾ ബാക്കി ജീവിതം കഴിച്ചു കൂട്ടുമോ?
അതൊക്കെ അവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. സ്വകാര്യമായിട്ട് അത് പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഈ കാര്യം ഇങ്ങനെ അവർ പരസ്പരം പറയാണ്. നിബിതങ്ങൾക്ക് എന്തോ മക്കത്ത് വന്നപ്പോ ഒരു മാറ്റമുണ്ട്, ഇപ്പൊ ഒരു വല്ലാത്ത മാറ്റമുണ്ട്. അള്ളാന്റെ റസൂൽ നമ്മളൊക്കെ ഒഴിവാക്കി ഇവിടെ തന്നെ നിന്ന് നമ്മളെ ഒറ്റക്ക് പറഞ്ഞേക്കുവോ? അള്ളാന്റെ റസൂലിന്റെ കുടുംബങ്ങളെയും ബന്ധുക്കളൊക്കെ കൂടെ ഇവിടെ തന്നെ തങ്ങുവോ എന്ന് അവർക്ക് വല്ലാത്തൊരു വേദന അവർ പരസ്പരം പങ്കുവെച്ചു. റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞിട്ടില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വജാഅൽ വഹ്യു, അപ്പോഴേക്ക് വഹീ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. നബി തങ്ങൾക്ക് വഹീ വരികയാണ്. വകാന ഇദാ ജാഅൽ വഹ്യു ലാ യഖ്ഫാ അലൈനാ, അവിടുത്തേക്ക് വഹീ വരുമ്പോ അത് ഞങ്ങൾക്ക് ഗോപ്യമാകാറില്ല, അഥവാ ഞങ്ങൾക്ക് മനസ്സിലാകാറുണ്ട്. അവിടുത്തെ ഭാവമാറ്റങ്ങളിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ തന്നെ കാണുന്ന നിറപ്പകർച്ചയിൽ നിന്ന്, അതേ ഏറ്റവും കഠിനമായി തണുപ്പുള്ള സമയമാണെങ്കിലും നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ ഉതിർന്നു ചാടുന്നതൊക്കെ വഹീയിറങ്ങുമ്പോൾ ഉള്ള ലക്ഷണമായിട്ട് പ്രവാചക ചരിത്രം പറഞ്ഞു തുടങ്ങിയിടത്ത് വെച്ച് നമ്മൾ വിശദീകരിച്ചത് നിങ്ങൾ മറന്നിട്ടില്ലാവില്ലെന്ന് ഓർക്കുന്നു. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ വരാൻ തുടങ്ങി. അങ്ങനെ വഹീ വരുമ്പോ ഞങ്ങളുടെ പതിവെന്താ, അവിടത്തേക്ക് വഹീ വരുമ്പോ ഒരാളും അവിടുത്തെ മുഖത്തേക്ക് പിന്നെ നോക്കൂല, കണ്ണൊന്നും അയക്കുകയില്ല. ഹത്താ യൻഖദിയൽ വഹ്യു, വഹീ തീരുന്നത് വരെ. അപ്പൊ ഇത് പരസ്പരം അൻസാറുകൾ ഇത് പരസ്പരം പറഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാന്റെ റസൂല് കേട്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഞങ്ങൾക്ക് നബിസങ്ങൾക്ക് ഇങ്ങനെ വഹീ വരുന്നു. വഹീ വരുന്നുണ്ട് എന്ന് മാത്രല്ല, വഹീ അങ്ങ് തീർന്നപ്പോൾ, വഹീ വരലങ്ങ് നിലച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വിളിയാണ്, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ. ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ തീർന്നപ്പോൾ ഒരൊറ്റ വിളിയാ, ഓ അൻസാരികളെ. എല്ലാവരും ഒന്നടങ്കം ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട്, അങ്ങേക്കിടെ വിളിക്കുക, ഉത്തരം ചെയ്തു വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഖുൽതും, നിങ്ങൾ പറഞ്ഞു അമ്മർ റജുലു ഫഖദ് അഖദതുഹു റഅഫത്തുൻ ബിഅശീറതിഹി വറഗ്ബത്തുൻ ഫീ ഖറിയതിഹി. അതെ, ഈ നബിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒരു മാറ്റമുണ്ട്, നാടിനോടൊരു സ്നേഹം വന്നിരിക്കുന്നു, കുടുംബക്കാരോടൊരു വാത്സല്യം തോന്നിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അലാ, എന്നാൽ നിങ്ങൾ അറിയണം, ഫമസ്മി ഇദൻ, എന്താ എന്റെ പേരെന്ന് നിങ്ങൾക്കറിയാമോ? 3 തവണ അവിടുന്ന് ചോദിച്ചിട്ട് പറയുന്നു, അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമായ മുഹമ്മദാണ്. ഹാജർതു ഇലല്ലാഹി വ ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക്, അല്ലാഹുവിങ്കലേക്കും നിങ്ങളെ കൊള്ളയും അഥവാ മദീനയിലേക്ക് നിങ്ങളുടെ അടുത്തേക്കുമാണ് ഞാൻ ഹിജറ വന്നത്. ഫൽ മഹ്യാ മഹ്യാക്കും, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമായിരിക്കും. വൽ മമാതു മമാതുക്കും, ഞാൻ മരിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൂടെ മദീനയിൽ വെച്ചായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയാണ്. ഖാലൂ, സഹാബത്ത് ഞെട്ടാണ്. ആരോടും പറഞ്ഞില്ല, ഒരു നിബിതങ്ങളോട് പറഞ്ഞില്ല. ഇതെങ്ങനെ വിവരം കിട്ടി? ഖാലൂ, അവര് പറഞ്ഞു, വല്ലാഹി മാ ഖുൽനാ ഇല്ലാ ദിന്നം ബില്ലാഹി വറസൂലിഹി, നബിയെ മാപ്പാക്കണം, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സ്വാർത്ഥതയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം, അങ്ങേ എപ്പോഴും ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ കൂടെ വിട്ടിട്ട് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ തങ്ങുമോ, ഞങ്ങളെ ഒഴിവാക്കുമോ എന്ന ആ ഒരു വല്ലാത്ത സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ വറസൂലഹു യുസദ്ദിഖാനികും വയഅ്ദിറാനികും, അതേ സാരമില്ല, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. വയഅ്ദിറാനികും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബോധിപ്പിച്ച കാരണം അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരുടെ ആ സങ്കടവും വേദനയും അവർ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് വഹീ വരികയാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞല്ലോ, ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞത് എന്തിനാണ്? ഈ കാര്യം അവരാരോടും പറഞ്ഞിട്ടില്ലാത്ത ഈ മറഞ്ഞ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടങ്ങ് പറയുന്നതിന്റെ മുന്നോടിയായി ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയാൻ എന്താ കാരണം? ഇമാം പറയണ രണ്ട് വ്യാഖ്യാനം അതിന്. ഒന്നാമത്തത് എന്താണ്? ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് സത്യമായിട്ടും നിങ്ങൾക്ക് ബോധ്യമായില്ലേ?
എനിക്കിതാ വഹി വരുന്നുണ്ട്, നിങ്ങളുടെ ഈ പ്രശ്നത്തിലുള്ളത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് എനിക്ക് എന്റെ റബ്ബ് അറിയിച്ചു തരും എന്ന് അവരെ അറിയിക്കാൻ. എനിക്ക് അല്ലാഹു തആല ചില കാര്യങ്ങളൊക്കെ, മറഞ്ഞ കാര്യങ്ങളൊക്കെ ചില സമയത്ത് അവൻ അറിയിച്ചു തരും. അതിനെന്താ കാരണം? ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ്, എനിക്ക് വഹി വരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചാലും അതെന്നെ എന്റെ റബ്ബ് അറിയിക്കും എന്ന് പഠിപ്പിക്കാൻ. രണ്ടാമത് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഞാൻ നിങ്ങളോട് ഈ മറഞ്ഞ കാര്യം അറിയിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുത്. ഞാൻ നിങ്ങളോട് മറഞ്ഞ കാര്യം അറിയിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെടാതിരിക്കാനുമാണ് ഞാൻ അള്ളാന്റെ അടിമയും അവന്റെ ദൂതനുമാണെന്ന് പറയുന്നത്. എന്താ കാരണം? മറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ച് അവർക്ക് അല്ലാഹുവിനെ പോലെയുള്ള കഴിവുകളുണ്ടെന്ന് അവരെ കുറിച്ച് അമിതമായി പ്രശംസിക്കാൻ കാരണമായി തീരാറില്ലേ? അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താതിരിക്കാനും. ഈ മറഞ്ഞ കാര്യമൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നില്ലേ? കണ്ടോ, നമ്മൾ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കുറിച്ച് അമിതമായത് പറയാൻ പാടില്ല. ഞാൻ അള്ളാന്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ അതിനാ പറഞ്ഞത്. അതെ, ഇതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന കൊച്ചു പെൺകുട്ടികൾ ചില ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട വേളയിൽ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാനും അറിയാനും കഴിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ ജുവൈരിയാത്ത് അഥവാ കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടുപാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുരുന്നു മനസ്സുകളോട് സംസാരിച്ചത് എന്താണ്? മക്കളെ, നിങ്ങൾ ഇത് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ള ആരും തന്നെ മറഞ്ഞ കാര്യം അറിയുകയില്ല അല്ലാഹു ഒഴികെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തിരുത്തി കൊടുത്തില്ലേ? അത് തിരുത്തി കൊടുത്തില്ലേ? ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ മറഞ്ഞ കാര്യം സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ മുന്നോടിയായി ഞാൻ അള്ളാന്റെ അടിമയും അവന്റെ ദൂതനും മാത്രമാണെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരോട് എന്നോട് പറഞ്ഞിട്ടില്ലാത്ത സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാമെന്ന ആ നിലക്കുള്ള ഒരു അമിത പ്രശംസയിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനുമാകുന്നു എന്നിങ്ങനെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം കൂടുതൽ അറിയും തോറും അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അവൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിശ്വാസ ആചാര നടപടിക്രമങ്ങളെ പിൻപറ്റുന്ന, അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന വിനീത മനസ്കരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദി المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.